ലേണോ എഡ്യൂക്കേഷൻസിൻ്റെ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE മാത്തമാറ്റിക്സിലെ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന ടോപ്പിക്കിലെ ബാലൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇഫ് ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ആർ അക്യൂട്ട് ആംഗിൾസ് സച്ച് ദാറ്റ് cos A is equal to cos B, then show that angle A is equal to angle B. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ട്രയാങ്കിളിൽ ആംഗിൾ എയും ആംഗിൾ ബിയും അക്യൂട്ട് ആംഗിൾസ് ആണ്. എന്താ അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയേക്കാൾ താഴെയും 0 ഡിഗ്രിയേക്കാൾ മുകളിലുള്ള ആംഗിൾസിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം. അവിടെ കോസ് എ കോസ് ബിക്ക് ഈക്വൽ ആണ് എങ്കിൽ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആംഗിൾ എ ആംഗിൾ ബിക്ക് ഈക്വൽ ആണ് എന്നാണ്. അപ്പോൾ നമ്മളോട് ഇവിടെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഒന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു നോർമൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എ ബി സി. ഓക്കെ, ഇതൊരു നോർമൽ ട്രയാങ്കിൾ എ ബി സി. ബട്ട് നമുക്ക് കോസ് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കണം, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൺസ്ട്രക്ഷൻ നടത്താം. ഓക്കെ, ഞാൻ ഈ സി എന്ന് പറയുന്ന വെർട്ടക്സിൽ നിന്നും ഒരു ആൾട്ടിറ്റ്യൂഡ് വരച്ചു, അഥവാ 90 ഡിഗ്രിയിൽ എ ബിയിലോട്ടൊരു ലൈൻ. സോ ഈ പെർട്ടിക്കുലർ പോയിന്റ് നമുക്ക് ഡി എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ് എയും കോസ് ബിയും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. സോ നമുക്ക് കോസ് എ കാണാം. കോസ് എ എന്ന് പറഞ്ഞാൽ എന്താ വരിക, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് ഇതാണ് ആംഗിൾ എ. ആംഗിൾ എയുടെ തൊട്ടടുത്തുന്ന സൈഡ് എ ഡി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എത്ര വരുന്നത്, എ സി. സിമിലർലി നമുക്ക് കോസ് ബി എഴുതാം. അഡ്ജസൻറ്റ് വരുന്നത് ഇതാണ് ബി എന്ന് പറയുന്ന ആംഗിള്, അതിൻ്റെ അഡ്ജസൻറ്റ് വരുന്നത് ബി ഡി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് വരുന്നത് ബി സി. ക്ലിയർ? ഇനി കോസ് എ കോസ് ബിക്ക് ഈക്വൽ ആണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഗിവൺ ഗിവൺ കോസ് എ ഈസ് ഈക്വൽ ടു കോസ് ബി ആൻഡ് ദാറ്റ് ഇംപ്ലൈസ് എ ഡി ബൈ എ സി ഈസ് ഈക്വൽ ടു ബി ഡി ബൈ ബി സി. സപ്പോസ് ഞാൻ ഈ റേഷ്യോനെ വാല്യൂവിനെ ഞാൻ കെ എന്ന് കൊടുത്താൽ, ഓക്കെ, ഇതൊരു റേഷ്യോ അല്ലേ, ബി ഡി ബൈ ബി സി ഒരു റേഷ്യോ ആണ്. അത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ഞാൻ കെ എന്ന് റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് അവിടുന്ന് എ ഡി എന്ത് എഴുതാം, എ ഡി എന്ന് പറയുന്നത് എ സി ഇൻറ്റു കെ. ഇക്വേഷൻ നമ്പർ 1. സിമിലർലി ബി ഡി എന്ത് എഴുതാം, ബി ഡി എന്ന് പറയുന്നത് ബി സി ഇൻറ്റു കെ. ക്ലിയർ? ഈ ബി സിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ ഉണ്ടാവുക, അങ്ങോട്ട് കൊണ്ടുപോയാൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. കാരണം ഇവിടെ ഡിവിഷൻ ആണ്. സോ അങ്ങോട്ട് പോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. ക്ലിയർ അല്ലേ? അപ്പം ഇതുപോലെ 2 ഇക്വേഷൻ കിട്ടും. ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ സി ഡിയിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. ഓക്കെ, എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, അല്ലെങ്കിൽ ആദ്യം നമുക്ക് കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ എ സി ഡി. അവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ. അതിൽ നിന്നും സി ഡി സ്ക്വയർ നമുക്ക് കണ്ടെത്താൻ പറ്റും. സി ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു
എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, സിമിലർലി നമുക്ക് ഈ ബി ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. സിമിലർലി ഫ്രം ബി ഡി സി, ബി ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്നും നമുക്ക് എന്ത് എഴുതാം? സി ഡി സ്ക്വയറിന്റെ ഇക്വേഷൻ എഴുതാം. സി ഡി സ്ക്വയർ എന്താ വരിക? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ബി സി സ്ക്വയർ. ഓക്കെ, പൈതഗോറസ് തിയറം തന്നെയാണ്. ബി സി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ. നമ്മൾ ഡയറക്റ്റ് എഴുതിയെന്ന് മാത്രം. ഈ ഇക്വേഷൻ നമ്പർ 3യുടെയും ഇക്വേഷൻ നമ്പർ 4ന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്, സി ഡി സ്ക്വയർ ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ 3 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 4. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സി ഡി സ്ക്വയർ ആണ്. അപ്പോൾ അത് ഒരുമിപ്പിച്ച് എഴുതിയാൽ എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ. ഈ ഒരു റിലേഷനിൽ ഓക്കെ, ഈ എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ. ഈ ഒരു റിലേഷനിൽ നമുക്ക് ഒന്നാമത് നമ്മൾ കണ്ടെത്തിയ റിസൾട്ടും രണ്ടാമത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള റിസൾട്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം എന്താ വരിക? എ സി സ്ക്വയർ മൈനസ് എ ഡിയുടെ പൊസിഷനിൽ എനിക്ക് എ സി കെനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എ ഡിയുടെ പൊസിഷനിൽ. സോ എ സി കെ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ മൈനസ് ബി ഡിയുടെ പൊസിഷനിൽ എനിക്ക് ബി സി കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെ, ഇവിടെ ബി ഡി ആണ്, അതിൻ്റെ പൊസിഷനിൽ ബി സി കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ബി സി കെ ഹോൾ സ്ക്വയർ. അവിടെ ബ്രാക്കറ്റിൽ എഴുതണം. നമ്മൾ എന്ത് യൂസ് ചെയ്തത് യൂസിങ് 1 and 2. ഓക്കെ, സോ ദാറ്റ് ഇംപ്ലൈസ് എ സി സ്ക്വയർ മൈനസ്, അതിനെ സ്ക്വയർ ചെയ്താൽ എ സി സ്ക്വയർ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ കെ സ്ക്വയർ. സോ നമുക്ക് ഈ രണ്ടെണ്ണം വാല്യൂസ് ഒന്നും എ സി സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കാം. എ സി സ്ക്വയറിനെ ഞാൻ ടേക്കിംഗ് ഔട്ട് സൈഡ്. പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ വരിക? 1 മൈനസ് കെ സ്ക്വയർ. ശരിയല്ലേ? 1 മൈനസ് കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ ഇൻറ്റു, ഓക്കെ, രണ്ടിലും ബി സി സ്ക്വയർ കോമൺ ആണ്, ബാക്കി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1 മൈനസ് കെ സ്ക്വയർ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 മൈനസ് കെ സ്ക്വയറും റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 മൈനസ് കെ സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. സോ ഉള്ളത് എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ. And that implies AC is equal to BC. Clear? AC BC ക്ക് ഈക്വൽ ആണ്. ഈ സൈഡ് ഈ ബി സി എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ ആണ് എങ്കിൽ ഈ ട്രയാങ്കിൾ എ ബി സി ആരായി? ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആയി, അല്ലേ? ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് വെച്ചാൽ എ സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ബി ആണ്, ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എ ആണ്. അത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം therefore ABC is isosceles. ഓക്കെ, ഹെൻസ് നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ സൊല്യൂഷൻ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ കാരണം അവർ നമ്മളോട് സ്പെസിഫിക് ആയിട്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് എന്ന് പറഞ്ഞിട്ടില്ല. സോ നമ്മൾ ജനറലി ഒരു ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ റിസൾട്ട് ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കോസ് എ കാണാം, കോസ് ബി കാണാം, അവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു റേഷ്യോ ആയിരിക്കും. സോ അതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തായാലും ഒരു ആൻസർ കിട്ടും. ആ ആൻസർ നമുക്ക് കെ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അവിടുന്ന് രണ്ട് റിലേഷൻ, എ ഡിക്കൊരു റിലേഷൻ, ബി ഡിക്കൊരു റിലേഷൻ. പിന്നീട് ചെയ്യേണ്ടത് നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഫോം ആവുന്നുണ്ട്. ഈ സി ഡി എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കാരണം രണ്ട് ട്രയാങ്കിൾസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ സി ഡി എന്ന് പറയുന്ന സൈഡിന് വേണ്ടിയിട്ട്
ഈ രണ്ട് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യുക. ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4 അവരെ തമ്മിൽ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, അതിൽ നമ്മൾ കണ്ടെത്തിയ ഒന്നാമത്തെ രണ്ടാമത്തെ റിസൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എ സി ഈക്വൽ ടു ബി സി ആണെന്ന് കിട്ടും. അപ്പോൾ എ ബി സി ഐസോസിലസ് ട്രയാങ്കിൾ ആവുമ്പോൾ എന്ത് പറയാം, ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് കൂടുതൽ, ശരിക്കും ഇതിന് വേറെയും സൊല്യൂഷൻസുകൾ ഉണ്ട്, പോസിബിൾ ആണ്. വേറെയും ഈ ഒരു ക്വസ്റ്റ്യന് വേറെ സൊല്യൂഷൻസ് പോസിബിൾ ആണ്. ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് ഒരു പക്ഷേ നിങ്ങൾ കാണും. ബട്ട് എനിക്ക് തോന്നുന്നു കുറേയും കൂടെ ഒരു ജനറലൈസ്ഡ് സൊല്യൂഷൻ ഇതാണ് ബെസ്റ്റ്. കാരണം അവർ പെർട്ടിക്കുലർലി പറഞ്ഞിട്ടില്ല ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന്. സോ നമ്മൾ എടുക്കുന്ന ഒരു ജനറൽ ട്രയാങ്കിൾ ആണെങ്കിൽ ആൻസർ കൂടുതൽ ജനറലൈസ്ഡ് ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് cot theta is equal to 7 divided by 8, evaluate 1 plus sin theta into 1 minus sin theta divided by 1 plus cos theta into 1 minus cos theta. സിമിലർലി രണ്ടാമത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് കോട്ട് സ്ക്വയർ തീറ്റ. ക്ലിയർ? സോ കോട്ട് സ്ക്വയർ തീറ്റ വളരെ സിമ്പിളാണ്, ട്രൈ ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് ഈ ഒന്നാമത്തെ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, എ ബി സി. ഈ ആംഗിൾ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കോട്ട് തീറ്റ എന്ന് പറയുന്നത് 7 ഡിവൈഡഡ് ബൈ 8 ആണ്. കോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് വരുന്നത് 7 ആണ്. തീറ്റയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സൈഡ് എ ബി, അത് 7 ആണ്. ഓപ്പോസിറ്റ് വരുന്നത് ബി സി ആണ്, അത് 8 ആണ്. ക്ലിയർ? നമുക്ക് സൈൻ തീറ്റയാണ്, സൈൻ തീറ്റയും കാണണം കോസ് തീറ്റയും കാണണം. എന്നാൽ മാത്രം നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ തന്നിരിക്കുന്ന കാണേണ്ട കാര്യത്തിൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ എ സി കാണണം. എ സി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പൈതഗോറസ് തിയറം. എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്, 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 49 ആണ്. So what you get? 64 plus 49. 4 plus 9, that is 13. 1 balance. 6 plus 4 is 10. 10 plus 1 is 11. So 113. So root 113. So ഇവിടെ എ സിയുടെ പൊസിഷനിൽ റൂട്ട് 113 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് അവിടുന്ന് സൈൻ തീറ്റ എന്താ നോക്കാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് 8, ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 113. സിമിലർലി കോസ് തീറ്റ എന്താ നോക്കാം. കോസ് തീറ്റ പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് ആരാ? 7. ഹൈപ്പോട്ടന്യൂസോ റൂട്ട് 113. ഓക്കെ, ഇത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ ആയി. നമുക്ക് എന്താ കണ്ടെത്താനുള്ളത്? 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഓക്കെ, ഈ ഒരു ട്രിഗണോമെട്രി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ പോളിനോമിയൽ എന്നുള്ള ചാപ്റ്ററിൽ ധാരാളം ഐഡൻറ്റിറ്റീസ് പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഓക്കെ, അതുപോലുള്ള റിസൾട്ടൊക്കെ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇപ്പം ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ ചില കുട്ടികളെങ്കിലും അല്ലെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. ഇത് എ പ്ലസ് ബി
ഇൻറ്റു എ മൈനസ് ബി ഫോമാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാണ്. ശരിയല്ലേ? 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് സത്യത്തിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് റിസൾട്ട്. അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരിക? എയുടെ പൊസിഷനിൽ 1 ആണ്. സോ 1ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 1 തന്നെ. ദെൻ ബിയുടെ പൊസിഷനിൽ ഇവിടെ സൈൻ തീറ്റ. സോ അതിനെ സ്ക്വയർ ചെയ്താൽ സൈൻ സ്ക്വയർ തീറ്റ. ശ്രദ്ധിക്കുക, നമ്മൾ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് ഇങ്ങനെ എഴുതുന്നതും സൈൻ സ്ക്വയർ തീറ്റ എന്ന് ഇങ്ങനെ എഴുതുന്നു. ഇത് രണ്ടും ഈക്വൽ ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? എന്ന് വെച്ച് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഓക്കെ, വേറൊരു കാര്യം കൂടെ പറയാം. സപ്പോസ് നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ സൈൻ തീറ്റ സ്ക്വയർ ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ ഇതൊരിക്കലും ഈക്വൽ അല്ല. ക്ലിയർ ആണല്ലോ? സൈൻ തീറ്റ ഹോൾ സ്ക്വയറും ഇതുപോലെ സൈൻ സ്ക്വയർ തീറ്റ എഴുതുന്നത് ഈക്വൽ ആണ്. സൈൻ തീറ്റ സ്ക്വയർ എഴുതിയാൽ അത് ഈക്വൽ അല്ല, അത് വേറെയാണ്. ഓക്കെ, ഇനി രണ്ടിനും സ്ക്വയർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിപ്പോൾ ഈ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്നുള്ളത് സൈൻ സ്ക്വയർ തീറ്റ സ്ക്വയർ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ എഴുതിയാലും തെറ്റാണ്, ഈക്വൽ അല്ല. ഓക്കെ, സംഗതി ബേസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ, ദാറ്റ് ഈസ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, സെയിം ഐഡന്റിറ്റി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ഇതിൽ നമുക്ക് എഴുതാം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ ഇത് സൈൻ തീറ്റയാണ് നമ്മൾ കണ്ടെത്തിയത്, അതിനെ സ്ക്വയർ ചെയ്യണം. സോ 8ൻ്റെ സ്ക്വയർ 64. ദെൻ റൂട്ട് 113 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് പോവും. സോ 113 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇവിടെ ചെയ്യുമ്പോൾ 49/113. സോ ഇത് ചെയ്യാം. മുകളിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, കാരണം ഡിനോമിനേറ്റർ സെയിം അല്ല. സോ 113 മൈനസ് 64/113 ഹോൾ ഡിവൈഡഡ് ബൈ 113 മൈനസ് 49 ഡിവൈഡഡ് ബൈ 113. ഇവിടെ കോമൺ ഉള്ള ആരാ? 113യും 113യും. ബാലൻസ് എന്താ ഉള്ളത്? 113 മൈനസ് 64. 113ൽ നിന്നും 64 കുറച്ചാൽ 49. 113ൽ നിന്നും 49 കുറച്ചാലോ 64. So our answer is 49 divided by 64. ഓക്കെ, സിമിലർലി നിങ്ങൾ ഈ കോഡ് സ്ക്വയർ തീറ്റം കൂടെ ഒന്ന് കണ്ടെത്തുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇൻ ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫിഗർ ഒന്നും കാണുന്നില്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഫിഗർ വരക്കണം. എ ബി സി ഫിഗർ വരക്കുമ്പോൾ ശ്രദ്ധിക്കണം എവിടെയാണ് റൈറ്റ് ആംഗിൾ പറഞ്ഞിട്ടുള്ളതെന്ന്. ഇവർ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി എന്നാണ്. സോ ബിയിൽ റൈറ്റ് ആംഗിൾ. ക്ലിയർ ആണല്ലോ? ഇഫ് ടാൻ എ ഈസ് ഈക്വൽ ടു 1/√3, ടാൻ എ 1/√3 ആണ്. ടാൻ എ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ √3. എന്താ ടാൻ? ഓപ്പോസിറ്റ് side divided by adjacent side. ഓപ്പോസിറ്റ് വരുന്നത് 1ഉം അഡ്ജസന്റ് വരുന്നത് √3യുമാണ്. ക്ലിയർ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ എ കോസ് സി പ്ലസ് കോസ് എ സൈൻ സി. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട് കോസ് എ കോസ് സി മൈനസ് സൈൻ എ സൈൻ സി. ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ട്രൈ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതേ ഫോർമാറ്റിലായിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എ സി എന്ന് പറയുന്ന സൈഡ് കാണണം. എ സി എങ്ങനെ കണ്ടെത്തും? പൈതഗോറസ് തിയറം. എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. That is equal to root of AB square. AB ആരാ? √3 ആണ്. AB എന്ന് പറഞ്ഞാൽ √3.
അതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 3 എന്നാവും. √3നെ സ്ക്വയർ ചെയ്താൽ 3 എന്നാവും. ഓക്കെ, സ്ക്വയറും റൂട്ടും കൂടെ ക്യാൻസൽ ആവും. അപ്പോൾ 3 എന്നാണ് ആൻസർ വരിക. സോ ഇവിടെ 3 പ്ലസ് ബി സി സ്ക്വയർ. ബി സി 1 ആണ്, അതിനെ സ്ക്വയർ ചെയ്താൽ 1 സ്ക്വയർ 1. സോ √4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരാം. സൈൻ എ കോസ് സി പ്ലസ് കോസ് എ സൈൻ സി. ക്ലിയർ? സൈൻ എ ഫിഗറിൽ നോക്കുക. ഇതാണ് എ എന്ന് പറയുന്ന ആംഗിൾ. സൈൻ എ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് വരുന്ന ബി സി 1 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 2. സോ 1/2 മൾട്ടിപ്ലൈഡ് ബൈ കോസ് സി. ഇതാണ് സി എന്ന് പറയുന്ന ആംഗിൾ. കോസ് സി എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ്, അഡ്ജസൻറ്റ് എത്ര 1, ഹൈപ്പോട്ടന്യൂസ് എത്ര 2. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ 1/2. ഓക്കെ, അതും 1/2 പ്ലസ് കോസ് എ. കോസ് എ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് വരുന്നത് √3, ഹൈപ്പോട്ടന്യൂസ് വരുന്നത് 2. സോ √3/2 മൾട്ടിപ്ലൈഡ് ബൈ സൈൻ സി. സൈൻ സി എന്ന് പറഞ്ഞാൽ എത്രയാ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സിയുടെ ഓപ്പോസിറ്റ് √3, ഹൈപ്പോട്ടന്യൂസ് 2 ആണ്. സോ √3/2. സോ ഇതിന് ആൻസർ വരിക 1/4 പ്ലസ് 3/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/4. ആൻസർ ഈസ് 1. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1 ആണ് കിട്ടുന്നത്. ഇതുപോലെ നിങ്ങൾ സെക്കൻഡ് ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, സിമിലർ മെത്തേഡ് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. In triangle PQR, right angled at Q, PR plus QR is equal to 25 centimeter and PQ is equal to 5 centimeter. Determine the values of sin P, cos P and tan P. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ ഏതാ? ട്രയാങ്കിൾ PQR. റൈറ്റ് ആംഗിൾഡ് അറ്റ് Q ആണ്. സോ P Q R. PR പ്ലസ് QR 25, PQ 5. സോ ഇത് 5 ആണ്. പിന്നീട് തന്നിട്ടുള്ള റിസൾട്ട് എന്താ? PR പ്ലസ് QR ദാറ്റ് ഈസ് 25. ക്ലിയർ? എന്നുവെച്ചാൽ ഈ സൈഡ് PR ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇതാണ് QR ബേസ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ തന്നിട്ടുള്ളൂ 25. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞ സൈൻ പി, കോസ് പി, ടാൻ പി. അത് സൈൻ പി, കോസ് പി, ടാൻ പി കാണൽ സിമ്പിളാണ്, പക്ഷേ എല്ലാ സൈഡ്സും അറിയണം ട്രയാങ്കിളിൻ്റെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം. ഓക്കെ, ഇതാണ് ആംഗിൾ പി. എനിവേ നമുക്ക് എല്ലാ സൈഡും കാണണം. പൈതഗോറസ് തിയറം തന്നെ, കാരണം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മളിവിടെ ഈ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് നമ്മൾ ഈ ഒരു ആൻസറിലോട്ട് എത്തിക്കുക. ഓക്കെ, എനിവേ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. PR² ഈസ് ഈക്വൽ ടു PQ² പ്ലസ് QR² ഇൻ ട്രയാങ്കിൾ PQR. നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. PR² ഈസ് ഈക്വൽ ടു PQ² പ്ലസ് QR². ഇതിൽ നമുക്കൊരു ഇക്വേഷനിൽ ഒരു ഇക്വേഷൻ ഉള്ളൂ എങ്കിൽ ഒരു അൺനോണേ പാടുള്ളൂ. 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ 2 അൺനോൺ ആകാം. ഓക്കെ, 2 അറിയാത്തവരാവാം.
അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സൈഡ്സ് അറിയില്ല, പി ആറും അറിയില്ല ക്യു ആറും അറിയില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ പി ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ക്യു സ്ക്വയർ പ്ലസ് ക്യു ആർ സ്ക്വയർ, ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് വേണം നമ്മൾ ആൻസർക്ക് എത്താൻ. സോ ഇതിലൊരൊറ്റ വേരിയബിൾ, ഒറ്റ അറിയാത്ത ആളെ പാടുള്ളൂ, ഒന്നെങ്കിൽ പി ക്യു അല്ലെങ്കിൽ പി ആർ. സോ നമുക്ക് പി ക്യു മതി, ക്യു ആർ ഉണ്ടായിക്കോട്ടെ, പി ആർ നമുക്ക് മാറ്റാം. സോ ക്യു ആർ ഈസ് ഈക്വൽ ടു 25 മൈനസ് പി ആർ എന്ന് എഴുതാം, ശരിയല്ലേ? ക്യു ആർ എന്ന് പറയുന്നത് 25 മൈനസ് പി ആർ ആണ്. ഓക്കെ, സോ പി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ക്യു സ്ക്വയർ പ്ലസ് ക്യു ആറിൻ്റെ പൊസിഷനിൽ 25 മൈനസ് പി ആർ സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പം ഈ ഇക്വേഷൻ അറിയാത്ത ഒരാളേ ഉള്ളൂ, ആരാ? പി ആർ. കാരണം പി ക്യു നമ്മൾ എടുത്തിട്ടുണ്ട് 5 ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും പി ക്യൂനെ. അപ്പം ഇനി അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാത്ത ഒരേ ഒരാളാണ് പി ആർ ആണ്. അതെന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലോട്ട് എത്താൻ പറ്റും. ക്ലിയർ ആണോ? അതാണ് ഇവിടുത്തെ ഒരു ഐഡിയ. നമുക്ക് ചെയ്യാം. പി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ക്യു 5 സ്ക്വയർ പ്ലസ് ഇവിടെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഞാൻ പറഞ്ഞത് ഓർക്കുണ്ടല്ലോ, പോളിനോമിയൽ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റീസ് എ പ്ലസ് ബി, എ മൈനസ് ബി ഒക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണല്ലേ ഈ ഫോർമാറ്റ്. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ് പഠിച്ചിട്ടുണ്ടാവുക. സോ അത് ചെയ്യാം. എ സ്ക്വയർ ദാറ്റ് ഈസ് 25 സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു 25 ഇൻറ്റു പി ആർ പ്ലസ് ബി സ്ക്വയർ, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി ആർ സ്ക്വയർ. ക്ലിയർ? റൈറ്റും ലെഫ്റ്റിലും കോമൺ ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. പി ആർ സ്ക്വയറും പി ആർ സ്ക്വയറും അല്ലേ, ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലും ഉണ്ട്, കട്ട് ചെയ്തു. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു, ഓക്കെ, പിന്നെ ലെഫ്റ്റ് സൈഡിൽ ആരുമില്ല, സോ 0 ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ ഈസ് 25, 25ൻ്റെ സ്ക്വയർ ഈസ് 625 മൈനസ് 2 into 25 into PR, that can be written as 50 PR. So that implies 50 PR is equal to 625 plus 25, that is 650. Clear? So what you get? PR is equal to 650 by 50. So what is your answer? Zeros can be cancelled. In 6, 1, 15 3. So PRൻ്റെ ആൻസർ വരുന്നത് 13 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ക്വസ്റ്റ്യനിൽ സെൻറ്റിമീറ്റർ ആണ്. സോ പി ആർ എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ. ഇനി ക്യു ആർ കണ്ടെത്തണം. ക്യു ആർ കണ്ടെത്താൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 25 മൈനസ് പി ആർ എത്ര? 13. 25 എന്ന് 13 സബ്ട്രാക്ട് ചെയ്താൽ എന്താ വരിക? 25 മൈനസ് 13 2 1, സോ 12. ഓക്കെ, സോ നമുക്ക് എല്ലാ സൈഡ്സും കിട്ടിയില്ലേ? ഇനിയിപ്പോൾ സിമ്പിളായിട്ട് ആൻസറിലോട്ട് എത്താം. സൈൻ പി, സൈൻ പി ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് വരുന്നത് ആരാ? ക്യു ആർ ആണ്. ഓക്കെ, ഇതാണ് പി എന്ന് പറയുന്ന ആംഗിൾ, അതിൻ്റെ ഓപ്പോസിറ്റ് ക്യു ആർ ആണ്. 12 ബൈ ഹൈപ്പോടെന്യൂസ് 13 കോസ് പി, കോസ് പി എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് എത്രയാണ്? ആംഗിൾ പിയുടെ തൊട്ടടുത്ത് വരുന്നത് 5 ബൈ ഹൈപ്പോടെന്യൂസ് 13. ഓക്കെ, ദെൻ ടാൻ പി, ടാൻ പി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഈസ് ക്യു ആർ ബൈ അഡ്ജസൻറ്റ് സൈഡ് ദാറ്റ് ഈസ് പി ക്യു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 12 divided by 5. So these are the solutions. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പൈതഗോറസ് തിയറം എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്. ഈ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എല്ലാ സൈഡ്സും കണ്ടെത്താൻ. അപ്പോൾ രണ്ട് സൈഡ് തന്നിട്ടില്ല എന്ന് കാണുമ്പോൾ പൊതുവെ കുട്ടികൾക്ക് എന്ത് വരും? ഒരു കൺഫ്യൂഷൻ വരും, ഇനിയിപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ള. ഓക്കെ,
അത് മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ ട്വിസ്റ്റ് ഉള്ളൂ. ബാക്കി സൈൻ പി കോസ് പി ടാൻ പി കാണണമെങ്കിൽ എല്ലാ സൈഡും കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ കത്താം. അത് തന്നെയാണ് ലോജിക്ക്. നൗ ഈ ഒരു പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ് വെദർ ദ ഫോളോവിങ് ആർ ട്രൂ ഓർ ഫാൾസ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയണം. ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങളുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യണം. ഓക്കെ, വെറുതെ പറഞ്ഞാൽ പോരാ. ട്രൂ ആണ് അല്ലെങ്കിൽ ഫാൾസ് ആണെന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, അതെന്തുകൊണ്ട് എന്നും കൂടെ പറയണം. ഓക്കെ, ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. ദ വാല്യൂ ഓഫ് ടാൻ എ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. ടാൻ എയുടെ വാല്യൂ എപ്പോഴും ഒന്നിനേക്കാൾ ചെറുതാണ് എന്നാണ് ഇവർ പറയുന്നത്. ശരിയാണോ തെറ്റാണോ? എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം? ചുമ്മാ ടാനിയൻ്റെ ആംഗിളിൻ്റെ വാല്യൂസ് ഞാനൊന്ന് എഴുതാം. 0, 30, 45, 60, 90. ടാൻ 0 ആണെങ്കിൽ, ഓക്കെ, ഈ എ എന്ന് പറയുന്ന ആംഗിൾ 0 ആണെങ്കിൽ 1/√3 ആണ്. സോറി, 0 ആണെങ്കിൽ ടാൻ എ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, 30 ആകുമ്പോൾ അത് 1/√3. 45 ആണെങ്കിൽ 1. 60 ആകുമ്പോൾ ടാൻ 60 എന്ന് പറഞ്ഞാൽ √3. ടാൻ 90 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, നോട്ട് ഡിഫൈൻഡ് ആണ്, അഥവാ 1/0 ആണ്, അഥവാ നോട്ട് ഡിഫൈൻഡ് ഫോർമാറ്റ് ആണ്. ക്ലിയർ? ഇങ്ങനെയാണ് ടാൻ്റെ പൊതുവെയുള്ള വാല്യൂസ്. അപ്പോൾ ഇവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ദ വാല്യൂ ഓഫ് ടാൻ എ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. ടാൻ എയുടെ വാല്യൂ എപ്പോഴും ഒന്നിനേക്കാൾ ചെറുതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ? അല്ല, തെറ്റാണ്. ടാൻ 60 നോക്കിയാൽ √3 ആണ്, ഏകദേശം 1.7 വരുന്നുണ്ട്, എന്നുവെച്ചാൽ ഒന്നിനേക്കാൾ വലുതാ. ഇനി എപ്പോഴും ഒന്നിനേക്കാൾ ചെറുതാന്നാ പറഞ്ഞത്, ഒന്നിന് ഈക്വൽ ആവാം എന്ന് പറഞ്ഞിട്ടില്ല, ഒന്നിനേക്കാൾ ചെറുതാണ്. നിങ്ങൾ ടാൻ 45 നോക്കി നോക്കൂ, ആൻസർ 1 ആണ്, ഒന്നിനേക്കാൾ ചെറുതല്ല, 1 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1ഉം 1ന് മുകളിലോട്ടൊക്കെ ടാൻ്റെ വാല്യൂസ് പോകാം. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? ഫാൾസ്. ഓക്കെ, അവർ പറഞ്ഞത് ഫാൾസ് ആണ്. റീസൺ എന്താ? ടാൻ 45 1 ആണ്, ടാൻ 60 √3 ആണ്. ആ ഒരു റീസൺ കൊടുക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് അങ്ങനെ റീസൺ കൊടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Seek A is equal to 12 divided by 5 for some value of angle A. ആംഗിൾ എയുടെ ഏതോ ഒരു വാല്യൂവിന്, ഓക്കെ, 0 ആവാം, 30 ആവാം, 45 ആവാം, 60 ആവാം, ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആംഗിൾ എ ഏതൊരു വാല്യൂ ആണ് എക്കുള്ളത്. സീക്ക് എ 12 divided by 5 ആകാമോ എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. ഇതാണ് ആംഗിൾ എ. ബാക്കിയുള്ള സൈഡ്സ് നമുക്ക് ബി ആൻഡ് സി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സീക്ക് എ പറഞ്ഞിട്ടുള്ളത് 12 divided by 5 എന്നാണ്. ഇത് പോസിബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. സീക്ക് എയുടെ ഡെഫിനിഷൻ എന്താ? സീക്കിൻ്റെ ഡെഫിനിഷൻ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ക്ലിയർ? ഇപ്പം ഇവർ തന്ന വാല്യൂ നോക്കുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് 12 ആണ്, ശരിയല്ലേ? ഹൈപ്പോട്ടന്യൂസ് 12ഉം അഡ്ജസൻറ്റ് സൈഡ് 5ഉം. നമുക്കറിയാം, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആകുമ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കണം ഏറ്റവും വലുത്. ആ കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഉണ്ട്, 12 greater than 5 ആണ്, ശരിയല്ലേ? ദാറ്റ് മീൻസ് ഹൈപ്പോട്ടന്യൂസ് ഈസ് ഗ്രേറ്റർ ദാൻ അഡ്ജസൻറ്റ് സൈഡ്. അതൊരു ട്രയാംഗിൾ നമുക്കറിയാം, അത് അങ്ങനെ ആയിരിക്കണം അല്ലേ? സോ ഈ വാല്യൂ എന്താണ്? പോസിബിൾ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് പോസിബിൾ. അടുത്ത് നോക്കാം.
സോ ഇത് ട്രൂ, ഇത് ഫാൾസ് ആയിരുന്നു. ഓക്കെ, ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കുക. cos A. Cos A is the abbreviation used for the cosecant of angle A. അവർ പറഞ്ഞിട്ടുള്ളത് cosecant of angle A നെയാണ് നമ്മൾ cos A എന്ന് എഴുതുന്നത് എന്നാണ്. ഓക്കെ, ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അബ്രിവിയേഷനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ സൈൻ എന്നതിനെ ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ SIN എന്ന് എഴുതുന്നത്. എന്നുവെച്ചാൽ ഈ സൈനിൻ്റെ അബ്രിവിയേഷൻ ആണ് ഈ SIN. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും പറയുമ്പോൾ സൈൻ തന്നെ ആവും, അതുകൊണ്ടാണ് പറയുന്നത്. അടുത്ത് കൊസൈൻ നോക്കാം. കൊസൈനിൻ്റെ അബ്രിവിയേഷൻ ആണ് സത്യത്തിൽ കോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ടാക്കിയതാണ് കോസ്. അടുത്തത് ടാൻജൻറ്റിൻ്റെ അബ്രിവിയേഷൻ ആണ് ടാൻ. കൊസീക്കൻറ്റിൻ്റെ ഇത് എഴുതിയെടുക്കുക. കൊസീക്കൻറ്റിൻ്റെ അബ്രിവിയേഷൻ ആണ് കൊസീക്ക്. ഓക്കെ, കൊസീക്ക് തീറ്റ, കൊസീക്ക്, കൊസീക്കൻറ്റിൻ്റെ അബ്രിവിയേഷൻ. അപ്പോൾ കൊസീക്കൻറ്റ് തീറ്റ എന്ന് പറയുന്നതിലുള്ള റിസ്ക് നോക്കിയിട്ടാണ് നമ്മൾ അബ്രിവിയേഷൻ യൂസ് ചെയ്ത് കൊസീക്ക് തീറ്റ എന്നാക്കിയത്. ഓക്കെ, ഷോർട്ടാക്കുക. ദെൻ സീക്കൻറ്റിൻ്റെ അബ്രിവിയേഷൻ ആണ് സീക്ക്. കോട്ടാൻജൻറ്റിൻ്റെ അബ്രിവിയേഷൻ ആണ് കോട്ട്. ഇനി ഇവർ പറഞ്ഞത് എന്താ? കോസ് എന്ന് പറയുന്നത് ഈസ് ദ അബ്രിവിയേഷൻ യൂസ്ഡ് ഫോർ കൊസീക്കൻറ്റ് എന്നാണ്. ശരിയാണോ? അല്ല, കോസ് എന്ന് പറയുന്നത് കൊസൈനിൻ്റെ അബ്രിവിയേഷൻ ആണ്, കൊസീക്കൻറ്റിൻ്റെതല്ല. കൊസീക്കൻറ്റിൻ്റെ അബ്രിവിയേഷൻ കൊസീക്ക് എന്നാണ്. ക്ലിയർ? അപ്പോൾ അവർ പറഞ്ഞത് തെറ്റാണ്. അതിന് കാരണം നമ്മൾ പറയേണ്ടത് എന്താണ്? കോസ് ഈസ് ദ അബ്രിവിയേഷൻ ഓഫ് കൊസൈൻ. ഓക്കെ, കൊസൈനിൻ്റെ അബ്രിവിയേഷൻ ആണ് കോസ്. കൊസീക്കൻറ്റിൻ്റെ അബ്രിവിയേഷൻ എന്ന് പറയുന്നത് കോസ് അല്ല, കൊസീക്കാണ്. ക്ലിയർ? അതാണ് നമ്മൾ ജസ്റ്റിഫിക്കേഷനിൽ കൊടുക്കേണ്ടത്. So the given statement is false. The given statement is false. Okay. അടുത്ത് cot A is the product of cot and A. ഇവരെന്താ പറഞ്ഞത്? നമ്മൾ cot A എന്ന് എഴുതില്ലേ? ഈ cot A എന്ന് പറയുന്നത് cot മൾട്ടിപ്ലൈഡ് ബൈ A ആണ് എന്നാണ്. ശരിയാണോ? അല്ല, തെറ്റാണ്. ഓക്കെ, കോട്ട് ഒരിക്കലും കോട്ടിൻ്റെയും എയുടെയും പ്രോഡക്റ്റ് അല്ല. ഓക്കെ, സോ ആക്ച്വലി കോട്ട് എ എന്ന് പറയുന്നത് എന്തല്ല, ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണ്ടേ? ഈസ് നോട്ട് ദ പ്രോഡക്റ്റ് ഓഫ് കോട്ട് ആൻഡ് എ. പകരം എന്താണ്? എ എന്ന് പറയുന്ന ആംഗിളിൻ്റെ ട്രിഗണോമെട്രിക് റേഷ്യോ അല്ലെങ്കിൽ ഫങ്ഷൻ. ഓക്കെ, ബേസിക്കലി ഇതൊക്കെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഫങ്ഷൻ ഓഫ് എ ആണ് സത്യത്തിൽ. ഓക്കെ, സോ കോട്ട് എ ഈസ് ദ, അല്ലെങ്കിൽ ഇൻ കോട്ട് എ, കോട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ആംഗിൾ എ. അതാണ് സത്യം, അല്ലാതെ പ്രോഡക്റ്റ് അല്ല. ക്ലിയർ? സോ ഇറ്റ് ഈസ് ഫാൾസ്. Then sin theta is equal to 4/3 for some angle theta. Sin theta ക്ക് 4/3 ആവാൻ പറ്റുമോ? For some angle theta. ഏതോ ഒരു ആംഗിൾ തീറ്റക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. നെയിം ചെയ്യുക ABC എന്ന്. ഈ ആംഗിൾ നമുക്ക് തീറ്റ എന്ന് മാർക്ക് ചെയ്യാം. സോ നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറയുന്നത് 4/3 ആണ് അവർ തന്നിട്ടുള്ളത്. ആ റേഷ്യോ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ ഓപ്പോസിറ്റ് 4ഉം ഹൈപ്പോട്ടന്യൂസ് 3ഉം. ഈസ് ദിസ് പോസിബിൾ? തിങ്ക് യുവർ സെൽഫ്. ഈസ് ദിസ് പോസിബിൾ? നോ, നെവർ. ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കണം ഏറ്റവും വലിയ സൈഡ് അല്ലേ? ഇവർ തന്നതനുസരിച്ച് ഓപ്പോസിറ്റ് ആണ് ഏറ്റവും വലുത് തന്നിട്ടുള്ളത് 4.
ഹൈപ്പോട്ടന്യൂസ് ചെറുതാ 3 ആണ്. അപ്പോൾ ഇത് പോസിബിൾ ആണോ? അല്ല. കാരണം എന്താ? ഹൈപ്പോട്ടന്യൂസ് ക്യാൻ നെവർ ബി സ്മോളർ. ഹൈപ്പോട്ടന്യൂസ് ഈസ് ദ ലാർജസ്റ്റ് സൈഡ് അല്ലേ? ആ കണ്ടീഷനെ ഡിസൊബേ ചെയ്യുന്ന വാല്യൂ ആണ് അവർ തന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? ജസ്റ്റിഫിക്കേഷൻ ക്ലിയർ ആണോ? ഹൈപ്പോട്ടന്യൂസ് ആണ് ഒരു ട്രയാങ്കിളിൽ ഏറ്റവും വലുത്. പക്ഷെ ഇവർ തന്നതനുസരിച്ച് ഓപ്പോസിറ്റ് സൈഡാണ് 4, ഹൈപ്പോട്ടന്യൂസ് ചെറുതാണ്. അതൊരിക്കലും പോസിബിൾ കണ്ടീഷൻ അല്ല. സോ ദിസ് ഈസ് ഫാൾസ്. അപ്പോൾ ഇവിടെ ട്രൂ ആയിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് വൺ ആണ്. ബാക്കിയൊക്കെ എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ. അപ്പം ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് ട്രിഗണോമെട്രിക് വാല്യൂസ് എന്ന് പറയുന്ന പാർട്ടാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന NCERT ക്വസ്റ്റ്യൻസും. ഓക്കെ.